CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കടന്നു പോകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ മുഖമാണ് ഇവിടെ നിന്ന് വിട പറയുന്നത്. ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയെ ഒരു യഥാർത്ഥ കോമ്രേഡ് എന്ന് വിളിക്കാം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 10-35 വർഷത്തിലേറെ ആയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ പലതവണ സീതാറാം യെച്ചൂരിയുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവാർഡ് നൽകിയ സമയത്ത് അദ്ദേഹം വന്ന് തിരുവനന്തപുരത്ത് 2 ദിവസം താമസിച്ചിരുന്നു. വളരെ അടുത്ത് അദ്ദേഹവുമായിട്ട് ആ ദിവസങ്ങളിലൊക്കെ പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അടുത്ത ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി എന്ന നേതാവിനെയും വലിയ സുഹൃത്തിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. സീതാറാം യെച്ചൂരി ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഈ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ വരുന്നു. പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച് ഞങ്ങൾ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയിലാണ് ഞാൻ പറഞ്ഞത്, ലാറ്റിൻ അമേരിക്കയിൽ പോയപ്പോൾ ബൊളീവിയയിൽ ചെഗുവര കൊല്ലപ്പെട്ട സ്കൂളിൻ്റെ പരിസരത്ത് ഞാൻ പോവുകയും അതിൻ്റെ സ്മാരകം കണ്ട കാര്യം പറഞ്ഞ വഴിക്ക് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, പക്ഷേ ഞാൻ ഇന്നുവരെ ചെഗുവരയുടെ നാട്ടിൽ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ജെയിംസ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതണം. ചെഗുവര നടന്ന നാടുകളിലൂടെയൊക്കെ പോയതല്ലേ. ലാറ്റിൻ അമേരിക്ക ഒരുപാട് പുതിയ ചിന്താഗതികളുടെയൊക്കെ കേന്ദ്രമാണ്. ഒരുപാട് വായിക്കുന്ന ആളാണ് സീതാറാം യെച്ചൂരി. യെച്ചൂരിയോട് സംസാരിക്കുമ്പോഴൊക്കെ പുതുതായി ഇറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ച്, പുതിയ ചിന്താരീതികളെക്കുറിച്ച്, ലോകമെമ്പാടും നടക്കുന്ന പുതിയ തരത്തിലുള്ള ചിന്താസരണികളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് അന്ന് അവാർഡ് കൊടുത്തത് ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ എന്ന നിലയിലുള്ള അവാർഡാണ് നൽകിയത്. അദ്ദേഹം ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ അദ്ദേഹം ഇരുന്ന ഒരു കാലഘട്ടം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 മുതൽ 2017 വരെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുന്നേറ്റാൽ പ്രത്യേകിച്ച് BJP സർക്കാരിൻ്റെ നിരകളൊക്കെ വിറയ്ക്കുന്ന രീതിയിൽ അധികം സംസാരിക്കുമായിരുന്നു. പ്രണബ് മുഖർജി പ്രസിഡന്റ് രാഷ്ട്രപതിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന നന്ദി അത് സംബന്ധിച്ചുള്ള പ്രസംഗം, അതിന് അമെൻമെൻറ്റുമായിട്ട് അദ്ദേഹം വന്നത്, അത് വോട്ടിനിട്ട് പാസ്സായതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന്, ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കോൺഗ്രസും അതിലെ പങ്കാളിയായിരുന്ന, ഭരണത്തിൽ പങ്കാളിയല്ലെങ്കിലും അതിനെ പിന്തുണച്ചിരുന്ന CPM തമ്മിലുണ്ടായിട്ടുള്ള തർക്കം, അതിലൊരു ഇടനിലക്കാരൻ എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ചർച്ചകൾ നടത്തി ഒരു എഗ്രിമെൻറ്റിനുള്ളത് തയ്യാറാക്കിയത് സീതാറാം യെച്ചൂരിയായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാറിനെ തള്ളിപ്പറഞ്ഞതും അവസാനം മൻമോഹൻ സിംഗ് സർക്കാരിനെ പിന്തുണ പിൻവലിച്ചതും ഒരുപക്ഷെ യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി വേദനാജനകമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം കൃത്യമായ തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ട് അതിനട്ടിമറിച്ചു കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ പോളിറ്റ് ബ്യൂറോയിലെ ചിലർ എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ അന്തർനാടകങ്ങളിൽപ്പെട്ടതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ. എന്നാലും യെച്ചൂരിയുടേതായിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നല്ലൊരു ഹ്യൂമറിസ്റ്റായിരുന്നു. നർമ്മത്തോടുകൂടി അദ്ദേഹം സംസാരിക്കും. ഞാനൊരു സംഭവം ഇതുമായിട്ട് തന്നെ ഓർക്കുന്നത്, രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ അവാർഡ് തിരുവനന്തപുരത്ത് നൽകുകയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ് സീതാറാം യെച്ചൂരിക്ക് അന്നത്തെ ഗവർണർ അവാർഡ് നൽകുന്നത്. അന്ന് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന ജസ്റ്റിസ് സദാശിവം കേരള ഗവർണറായിരുന്നു. അദ്ദേഹമാണ് അവാർഡ് നൽകിയത്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അധ്യക്ഷനായിട്ട് ഉണ്ട്. തൊട്ടടുത്ത് സീതാറാം യെച്ചൂരി ഇരിക്കുന്നു, ഗവർണറുടെ അടുത്തുണ്ട്. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് സ്വാഗത പ്രസംഗം നടത്തി പിന്മാറിക്കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ സീതാറാം യെച്ചൂരി എന്നോട് ചെവിയിൽ പറഞ്ഞു, എനിക്കൊന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വളരെ ഫേമസ് ആണ്. അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാണ്. എപ്പോഴും ഇങ്ങനെ വലിച്ച് തള്ളിക്കൊണ്ടിരിക്കും. വളരെ ഒരു സഖാവിൻ്റേതായിട്ട് ഒരു കോമ്രേഡിൻ്റെ ഒരു ഇതുണ്ട്. വളരെ സ്പോർട്ടീവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോകണം. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്താ കാര്യം എന്ന് പറയുന്നില്ല. ഇറങ്ങാനായിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുഖ്യമന്ത്രിയെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുന്നത്. അപ്പോൾ
യെച്ചൂരി ഉടനെ തന്നെ തമാശയായിട്ട് പറഞ്ഞു, ഇപ്പോഴെങ്ങാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഇപ്പോഴെൻ്റെ അർത്ഥം ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങാൻ ഞാൻ എഴുന്നേറ്റ് പോയാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എഴുതും പാർട്ടിയുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി എഴുന്നേറ്റ് പോയി ബോയ്ക്കൗട്ട് ബഹിഷ്കരിച്ചു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ആ സമയത്താണ് ഒരുപക്ഷെ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു ഭാഗത്തും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ യെച്ചൂരി എതിർക്കുന്ന വളരെ ശക്തമായിട്ടൊരു വിഭാഗം നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്, പക്ഷേ ആശയപരമായിട്ട് പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും രണ്ട് തട്ടിലായിരുന്നു. അപ്പോൾ എന്നോട് വളരെ ഹ്യൂമറസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എഴുന്നേറ്റ് പോയാൽ നിങ്ങൾ നാളെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ബഹിഷ്കരിച്ചു എന്ന് പറയും, അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നർമ്മത്തിൽ ചിരിച്ചുകൊണ്ട് എന്നോട് സ്വകാര്യം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. അത്ര സജീവമായിരുന്നു അദ്ദേഹം. മാസ്കറ്റ് ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ വാഹനം അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ജെയിംസ് വന്നിട്ടുണ്ട്, ജെയിംസാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്, അവരുടെ സ്വീകരണം അല്ലെങ്കിൽ അവരുടെ അവാർഡ് വാങ്ങിക്കാനാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് ഞാൻ അവരുടെ വാഹനത്തിൽ കയറി പൊക്കോളാം, ഇത് പാർട്ടി പരിപാടി അല്ലല്ലോ, അതുകൊണ്ട് പാർട്ടി സെൻറ്ററിലേക്ക് ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞാണ് വന്നത്. മാസ്കറ്റ് ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ വളരെ സരസമായിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല ഹ്യൂമറസ് ആയിട്ട് പറയും, നന്നായി വായിക്കും. ലോകത്തിലെ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായമുണ്ട്. എന്തൊരു മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. നല്ലതായിട്ട് CPMൻ്റെ ഒരു അടുത്ത കാലത്തെ ഏറ്റവും നല്ല മുഖങ്ങളിൽ ഒന്നായിരുന്നു സീതാറാം യെച്ചൂരി. ഒരുപക്ഷെ EMSഉം ഹർകിഷൻ സുർജിത്തൊക്കെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറ മാറ്റമാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയൊക്കെ പാർട്ടിയുടെ തലപ്പത്ത് വന്നപ്പോൾ ഉണ്ടായത്. അതിന് തന്നെ വലിയൊരു അടിസ്ഥാനമുണ്ട്. 1974 SFIയുടെ തലത്തിലേക്ക് സീതാറാം യെച്ചൂരി വരുന്നത്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്, തെലുങ്ക് ഒരു കുടുംബത്തിൽ ജനിച്ചത് ചെന്നൈയിലാണ്. ഹൈദരാബാദിൽ നിന്നാണ് അദ്ദേഹം, ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലെത്തി സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. 74 ശേഷം നമുക്കറിയാം 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് അതിനു മുമ്പ് അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ BA പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. എക്കണോമിക്സിലായിരുന്നു, സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത്. ഒപ്പം തന്നെ ഒരു ഇടതുപക്ഷ മുഖം നൽകുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. 1975 അദ്ദേഹം JNUവിൽ ആയിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് PhDക്ക് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്സിൽ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഉദയം ഡൽഹിയിൽ ഉണ്ടാവുന്നത്. അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാണ്. PhDക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, PhD പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം പിൻവാങ്ങിയില്ല. കുറച്ചു കാലം അദ്ദേഹം ഒളിവിലായിരുന്നു. ഒളിവിൽ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അറസ്റ്റിലായത്. ഈ അറസ്റ്റ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയും കഴിഞ്ഞു പോയപ്പോൾ അദ്ദേഹം വീണ്ടും വളരെ സജീവമായിട്ട് വന്നു. അവിടുത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലഘട്ടങ്ങളിലെ യെച്ചൂരിയുടെ ഫയർ ബ്രാൻഡ് പ്രസംഗങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ പ്രസിദ്ധമായിരുന്നു. അതിനുശേഷമാണ് 78 അദ്ദേഹം SFIയുടെയൊക്കെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരുപക്ഷെ SFIക്ക് കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് സാധാരണ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരൊക്കെ വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് കേരളത്തിലും ബംഗാളിലും അല്ലാത്തൊരാൾ, ഹൈദരാബാദുകാരൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് വരുന്നത് സീതാറാം യെച്ചൂരിയാണ്. പിന്നീട് അദ്ദേഹം 1984 എത്തുമ്പോൾ ഒരുപക്ഷെ പാർട്ടിയെ നയിക്കാനുള്ള പോളിറ്റ് ബ്യൂറോയുടെ കീഴിൽ സെൻട്രൽ കമ്മിറ്റിയിൽ വരുന്നു. സെൻട്രൽ കമ്മിറ്റിയുടെ സ്പെഷ്യൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ 5 പേരാണ്. അതൊരു യുവ തുർക്കികളായിരുന്നു ആ കാലഘട്ടത്തിലെ. ആ യുവ തുർക്കികളിൽ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, P. രാമചന്ദ്രൻ, നമ്മുടെ SRP അടക്കമുള്ള ആൾക്കാർ, സുനിൽ മൊയ്ത്ര അടക്കമുള്ള 5 അംഗ സംഘമാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് പിന്തുണയുമായിട്ട് പാർട്ടിയുടെ സൈദ്ധാന്തിക തലത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലെ യെച്ചൂരി പിന്നീട് വളർന്ന് 1992 എത്തുമ്പോഴേക്കും അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി. കഴിഞ്ഞ 32 വർഷമായി പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ 2005 മുതൽ
സജീവമായിട്ട് രംഗത്തുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുപാട് ദിശാമാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന് എല്ലാ നേതാക്കളുമായിട്ട് ഒരുമിച്ച് പോകുന്ന, പ്രത്യേകിച്ച് BJPക്കെതിരെയുള്ളൊരു പൊതുനിര സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ്. ഇതേ കഴിവ് ഹർകിഷൻ സിംഗ് സുർജിത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് നല്ല നേതാവാണ്, സൈദ്ധാന്തികനാണ്. ഒരുപക്ഷെ ഈ സീതാറാം യെച്ചൂരി പ്രാക്ടിക്കൽ ലൈൻ സ്വീകരിച്ചപ്പോൾ ഒരു സൈദ്ധാന്തികമായിട്ട് അല്പം പിടിവാശി കാണിച്ച ആളാണ് പ്രകാശ് കാരാട്ട്. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ സൈദ്ധാന്തികമായിട്ട് അവർ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം യെച്ചൂരി ഇത് 3ാം തവണയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്. ഒരുപക്ഷെ CPM നല്ലൊരു മുഖം, അല്ലെങ്കിൽ കുറച്ചും കൂടി അതിനൊരു ഇന്ത്യയിൽ സാന്നിധ്യമൊക്കെ കുറഞ്ഞു വരുന്ന സമയത്താണ് യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത് 2015. അതിനുശേഷമുള്ള പാർട്ടിയുടെ എല്ലാത്തിലും, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന് പോരാടുമ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം, ഒരുപക്ഷെ കോൺഗ്രസിനോട് കേരളത്തിലൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പ് തുടരുമ്പോഴും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് BJPയെ നേരിടണമെന്ന് അതിശക്തമായി വാദിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അത് ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിലായാലും കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിലായാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശക്തമായിരുന്നു. കോൺഗ്രസിൻ്റെ നിലപാടുകളെ എതിർക്കുമ്പോൾ തന്നെ BJPക്കെതിരെ ഒരു പൊതു മുന്നണി ഉണ്ടാവണമെന്നുള്ള നിലപാട് ഏറ്റവും ശക്തമായി സ്വീകരിച്ചത് സീതാറാം യെച്ചൂരിയാണ്. യെച്ചൂരി കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് CPMനെ ഒരുമിപ്പിച്ച് നിർത്തിയ ഒരു വലിയ നേതാവ് കൂടിയാണ് കടന്നു പോകുന്നത്. ജനമുന്നേറ്റങ്ങളിലൊക്കെ സീതാറാം യെച്ചൂരി എന്ന നേതാവുണ്ടായിരുന്നു. അദ്ദേഹം മനുഷ്യാവകാശ പോരാളിയാണ്. ലോകത്തെവിടെയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. അത് ഇസ്രായേലുകാർ പാലസ്തീനിൽ നടത്തുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ മറ്റു പല ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളിലായാലും അവർക്കൊക്കെ വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത നേതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സീമ, അവർ വലിയ മാധ്യമപ്രവർത്തകയാണ്, ദി വയറിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി സങ്കടപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വേർപാടാണ്. കോവിഡ് കാലത്ത് 2021 ആയുഷ് യെച്ചൂരി മരണമടഞ്ഞു. പിതാവിനും മകൻ്റെ വേർപാട് കാണേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അഖില, അവർ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. കുടുംബപരമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള പാതകൾ വെട്ടിത്തെളിച്ചു കൊണ്ടേയിരുന്നു. സീതാറാം യെച്ചൂരി വലിയ രീതിയിൽ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന കോളം വളരെ പ്രസിദ്ധമായിരുന്നു. വളരെ വ്യത്യസ്തമായ ആശയങ്ങളാണ് യെച്ചൂരി അതിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പീപ്പിൾസ് ഡെമോക്രസി എന്ന പേരിൽ അദ്ദേഹം ഒരു ഫോർട്ട്നൈറ്റ്ലി 2 ആഴ്ചയിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണത്തിന് എഡിറ്ററായിട്ട് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ പറഞ്ഞ പോലെ സീമ പത്രപ്രവർത്തകയാണ് ദി വയറിൻ്റെ. അപ്പോൾ ഒരു പത്രപ്രവർത്തന പാരമ്പര്യം കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അഖിലേന്ത്യാ തലത്തിൽ, അഖില ലോക തലത്തിൽ ഉൾക്കൊള്ളുന്ന നേതാവായിരുന്നു. ഒരുപാട് വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായി അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല അയൽ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നു. നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രചണ്ഡയുമായിട്ട് വലിയ ബന്ധമായിരുന്നു നേപ്പാളിലും. അതുപോലെ തന്നെ മറ്റ് ചൈനയിലുമൊക്കെ പലപ്പോഴും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നയിക്കുകയും സൈദ്ധാന്തികമായ തലത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്തതയെക്കുറിച്ച് ലോക ഫോറങ്ങളിൽ സംസാരിക്കുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ പുലർത്തി ഒരുപാട് വായിക്കുന്ന ഒരാൾ. എന്ത് കാര്യത്തെക്കുറിച്ച് വന്നാലും അദ്ദേഹം സമീപകാലത്തെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം എടുത്താൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെറിയ പാർട്ടിയായിരുന്നിട്ട് പോലും പാർലമെൻറ്റിലും പുറത്തും സജീവമായി ഇടപെടാനുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു ശക്തമായിട്ടുള്ള നിലപാടുകൾ, കൺവിക്ഷൻസ്, ആരുടെ മുമ്പിലും കൂസാത്ത നിലപാടുകൾ, പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് നിന്ന് ഭരണപക്ഷത്തിനെതിരെ പോരാടാനുള്ള ചങ്കൂറ്റം. സീതാറാം യെച്ചൂരി അവിടുന്ന് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ
ഭരണപക്ഷം പോലും പറഞ്ഞുപോയി സീതാറാം യെച്ചൂരി ഇല്ലാത്ത പാർലമെൻറ്റ് ശുഷ്കമാണ്. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും അഭിനന്ദിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കം യെച്ചൂരി എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്നു. സൈദ്ധാന്തികമായിട്ട് അവരുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഒരു BJPക്കെതിരെ, ഭരിക്കുന്ന കക്ഷികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന അതിശക്തമായ നിലപാടെടുത്തിരുന്നു. BJPയുടെ ഹിന്ദുത്വ നിലപാടിനെതിരെ അതിശക്തമായ നിലപാടുകൾ എല്ലാ കാലത്തും എടുക്കുക മാത്രമല്ല എഴുതുകയും ചെയ്ത നേതാവാണ് യെച്ചൂരി. ഇന്ത്യയിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷമുണ്ടാവണമെന്നും അവർ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് കുറഞ്ഞു വരുന്നതിൽ വലിയ ദുഃഖിതനായിരുന്നു. ഡൽഹിയിൽ നമ്മുടെ ചാനൽ 24 ചാനലിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാനൊരു പ്രത്യേക അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് ഇന്ത്യൻ യാഥാർത്ഥ്യം, നിങ്ങൾ കേരളത്തിലും ബംഗാളിലും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയില്ലേ, ത്രിപുരയിൽ പോലും പുറത്തായി, ഈ എന്തുകൊണ്ടൊരു ഇടതുപക്ഷ ബദൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും AKജിയുടെ കാലം മുതലേ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു ഇന്ത്യയിൽ. അത് കുറഞ്ഞു വരുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. പ്രത്യേകിച്ച് ഈ കാസ്റ്റ്, ജാതി മത വ്യവസ്ഥയെ ഒക്കെ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അപജയം സംഭവിച്ചു, ക്ഷീണം പറ്റി, വീഴ്ച പറ്റി എന്ന് തുറന്ന് സമ്മതിക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായി. സ്വാഭാവികമായിട്ടൊരു തുറന്ന് സമ്മതിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്താ പറയുക, ഒരു മാനവികീയമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖം സീതാറാം യെച്ചൂരിക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. അത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അതിനോട് വളരെ സ്പോർട്ടീവായിട്ട് പ്രതികരിക്കുന്ന, സാധാരണ ഒരു സൈദ്ധാന്തിക കടുംപിടുത്തങ്ങളൊന്നുമില്ലാത്ത, നല്ലതിനെ സ്വീകരിക്കാനും അല്ലാത്തതിനെ കൊള്ളാതിരിക്കാനുമുള്ള ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ നിലപാടുകളുടെ കാര്യത്തിൽ നല്ല കാർക്കശ്യക്കാരനായിരുന്നു. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗത്തിൽ VS അച്യുതാനന്ദനെ പോലൊരു മുഖ്യമന്ത്രിയെ പാർട്ടിയിലെ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തിയപ്പോൾ VSൻ്റെ ലൈൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലൊക്കെ നിലപാടെടുത്ത നേതാവ് കൂടിയാണ്. ഒരുപക്ഷെ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടുകൾ മാറി വരുന്നതിൽ വളരെ ശക്തമായ ഇടപെടൽ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സീതാറാം യെച്ചൂരിയോട് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം ഒരു തരത്തിലും കണക്കാക്കിയില്ല. അവരോടൊക്കെ വ്യക്തിപരമായി ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള എതിർപ്പുകൾ, അദ്ദേഹം കൺസ്ട്രക്റ്റീവായിട്ടുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. എനിക്ക് ഒരുപക്ഷെ അറിയാം, ശ്രീ പിണറായി വിജയനായിട്ടും അതുപോലെ തന്നെ കോടിയേരിയായിട്ടൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉള്ളപ്പോൾ തന്നെ അവർ വളരെ സുഹൃത്തുക്കളായിട്ട് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ രണ്ട് പക്ഷമുണ്ടായിരുന്നപ്പോൾ VSനെ പാർട്ടി ഒറ്റപ്പെടുത്തുന്നതിനെ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ പോപ്പുലർ ലൈൻ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ മറുഭാഗത്തെ കൂടെ നിർത്താമായിരുന്നു. പക്ഷേ അവർക്കും മനസ്സിലായി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എപ്പോഴും ഒരു നീതിയുടെ പക്ഷം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു. യെച്ചൂരി ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് നോക്കിയിട്ടില്ല. അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ വന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ന്യൂനപക്ഷത്തിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ സെൻട്രൽ കമ്മിറ്റിയിൽ വരുമ്പോൾ, പാർട്ടി കോൺഗ്രസിൽ വരുമ്പോൾ ഭൂരിപക്ഷം പ്രതിനിധികളും സീതാറാം യെച്ചൂരിയുടെ ജനകീയ പോപ്പുലർ ലൈനിനെ എന്നും സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതുപോലെയുള്ളൊരു നേതാവ് കടന്നു പോകുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പുതിയ ജനറേഷനായിട്ട് വന്ന നേതാക്കളിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് കടന്നു പോകുന്നത്. അത് CPMന് മാത്രമല്ല, ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമാവുകയും ഒരു ജനകീയ ബദലുകളൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പുരോഗമനവാദികളെ സംബന്ധിച്ചിടത്തോളം സീതാറാം യെച്ചൂരി കടന്നു പോകുമ്പോൾ ഒരു യുഗത്തിൻ്റെ അന്ത്യം കൂടിയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ഇന്ത്യ മുഴുവൻ, എനിക്ക് തോന്നുന്നു EMSനും AKജിക്കും ഹർകിഷൻ സുജിത്തിനും ശേഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖം, ഒരു ശബ്ദം, അതാണ് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവ്, പാർലമെൻറ്റേറിയൻ, പ്രിയ സുഹൃത്ത് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു.